പുല്ലിനിടയിലൂടെയുള്ള ഇങ്ങനെയുള്ള കുറുക്കുവഴികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാവരും ഈ വഴി തന്നെ തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ നടക്കുമ്പോൾ ദൂരം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ അറിയാതെ തന്നെ അവിടെ ഒരു ഗണിതശാസ്ത്രം പ്രവർത്തിക്കുന്നു. ഇതാണ് നമ്മൾ സ്കൂളിൽ പഠിച്ച പൈതഗോറസ് തിയറം. എയിലൂടെയും ബിയിലൂടെയും പോകുന്നതിനേക്കാൾ എളുപ്പം സിയിലൂടെ പോകുന്നതിനാണെന്ന് നമ്മുടെ ബ്രെയിൻ അറിയാം. ഉദാഹരണത്തിന്, ഈ ട്രയാങ്കിളിൽ 2 വശം കൂട്ടിയാൽ 7 മീറ്ററും മൂന്നാമത്തെ വശം 5 മീറ്ററുമാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഇത് മനസ്സിലാക്കുന്നതെന്ന് നോക്കാം. തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് ഭാഗത്ത് കാണപ്പെടുന്ന പ്ലേസ് സെല്ലുകളും എൻറ്റോറാനൽ കോർട്ടെക്സിൽ കാണപ്പെടുന്ന ഗ്രിഡ് സെല്ലുകളുമാണ് ഇതിന് സഹായിക്കുന്നത്. ഇവയൊരു ഇൻറ്റേർണൽ GPS പോലെയാണ് പ്രവർത്തിക്കുന്നത്. പ്ലേസ് സെല്ലുകൾ നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നും എങ്ങോട്ടാണ് എത്തേണ്ടതെന്നും കൃത്യമായി മനസ്സിലാക്കുന്നു. ഗ്രിഡ് സെല്ലുകൾ ഒരു ഗ്രാഫ് പേപ്പർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ലക്ഷ്യസ്ഥാനത്തെത്താൻ എത്ര ദൂരമുണ്ടെന്നും നേർരേഖയിൽ പോയാൽ ദൂരം കുറയുമെന്നും കണ്ടെത്തുന്നു. ചുരുക്കത്തിൽ, പ്ലേസ് സെൽ നിങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞു തരുമ്പോൾ ഗ്രിഡ് സെൽ എങ്ങനെ അവിടെ എത്താമെന്ന മാപ്പ് തയ്യാറാക്കുന്നു.